ഗോകുല് ചായ കുടിക്കുന്നു? വേണ്ട വേണ്ട സത്യ, എനിക്ക് ചായ ഒന്നും വേണ്ട. ഞാൻ നിന്നെ തിരക്ക് ട്രാവൽസിലേക്ക് പോവായിരുന്നു. അപ്പോഴാണ് നിങ്ങളെ ഇവിടെ കണ്ടത്. എന്താ ഗോകുലെ, ട്രാവൽസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനാണോ? അല്ല, പേഴ്സണലായിട്ടൊരു കാര്യം പറയാൻ. ശ്യാമം കൂടെ അറിയുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. നിന്റെ അമ്മ കാരണം എന്റെ അനിയത്തിക്ക് ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ സത്യ. സത്യ, ഇന്ദു നിന്നെ സ്ഥിരമായി ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ടോ? അതിന്റെ പേരിൽ നീയും നിന്റെ വൈഫും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും? എന്തൊക്കെയാ ഗോകുലി കേൾക്കുന്നേ? ഇതൊക്കെ ആരാ പറഞ്ഞേ? നിന്റെ അമ്മ, അല്ലാതെ വേറെ ആരാ? നീയും പ്രതിഭയും ഹണിമൂൺ ട്രിപ്പിന് പോയ ദിവസം തന്നെ തിരിച്ചു വന്നത് ഇന്ദു കാരണമാന്ന് നിന്റെ അമ്മ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞ സത്യ. എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി നിന്റെ അമ്മ ചോദിച്ചെന്തെന്നറിയോ? നിങ്ങൾക്കിപ്പോഴും സത്യനെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാന്ന്. എടോ, നിന്റെ അമ്മ ഇപ്പോഴും നിന്നെ വിൽക്കാൻ തന്നെ നടക്കുവാണോ? അങ്ങനെ പറയല്ലേ. എന്റെ അമ്മ എന്നെ വെച്ച് അന്ന് നിങ്ങളോട് വിലപേശി കാണും. പക്ഷെ ഞാൻ ഇന്ദുവിനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതും അവസാന നിമിഷം ഇന്ദുവിനെ വിട്ടു തന്നതും അത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയല്ല, അത് നിങ്ങൾക്കും ഇന്ദുവിനും വേണ്ടിയാ. ഗോകുൽ, സത്യനെ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയാണല്ലോ. ആന്റി എന്തോ പറഞ്ഞെന്ന് വെച്ച് സത്യനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടോ കുറ്റപ്പെടുത്തിട്ടോ ഒരു കാര്യമില്ല. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പരസ്പരം സംസാരിച്ച് പരിഹരിക്കാം. ശ്യാമേ, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നൊന്നുമല്ല. എന്റെ സഹോദരിയുടെ സങ്കടം കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഇന്ദു വീണ്ടും സത്യന്റെ ജീവിതം തകർക്കാൻ വന്നു എന്ന് പറഞ്ഞാ അവൾക്ക് സഹിക്കുവോ? ഞങ്ങൾക്ക് സഹിക്കുവോ? അതിപ്പോ ഞാനും സഹിക്കില്ല ഗോകുലെ. ഇന്ദു ഇപ്പോ എനിക്കെന്റെ പെങ്ങളെ പോലെയാ. അവൾക്കിനി ഒരിക്കലും എന്റെ അമ്മയെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് ഞാൻ നിനക്ക് ഉറപ്പു തരാം. അതെ ഗോകുലെ, സത്യൻ ഇത് ചെയ്തിരിക്കും. ഇത് നമ്മൾ തന്നെ ഒതുക്കി തീർക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാകാൻ പോകുന്നത് ഇന്ദുവിനായിരിക്കും. ശ്യാമ, അതെനിക്കറിയാം. അച്ഛനെ അമ്മയെ കൂടുതൽ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ അവളെല്ലാം അടക്കി വെക്കും. എപ്പോഴെങ്കിലും അവള് മനസ്സ് തുറക്കുന്നത് എന്റെ മുമ്പിലാ. എടാ, ഇന്ന് അവൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഞാൻ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ കേട്ടാന്ന്. നേരെ നിങ്ങളുടെ വീട്ടിൽ വന്ന് സുശീലാന്റിയെ കാണാനാ എനിക്ക് ആദ്യം തോന്നിയത്. അത് മനസ്സിലാക്കിയതുകൊണ്ടാവും ഇന്ദു എന്നെ കൊണ്ട് അവളുടെ തലയെ കൈവച്ച് സത്യം ചെയ്യിപ്പിച്ചു, അവരെ പോയി കാണരുതെന്ന്. സത്യ, ഇനി എനിക്ക് എന്റെ അനിയത്തിയുടെ കണ്ണീര് കാണാൻ പറ്റില്ല. എന്തു ചെയ്തിട്ടായാലും ഞാനത് അവസാനിപ്പിക്കും. കാലങ്ങളായി എന്റെ അച്ഛനെയും അമ്മയെയും അവർ അവമാനിച്ചുകൊണ്ടിരിക്കുക. ദയവ് ചെയ്ത് എന്നെ കൊണ്ട് ആ കടുങ്കയെ ചെയ്യിപ്പിക്കരുത്, പ്ലീസ്. അന്നെന്നെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് 20 ലക്ഷം കൊടുത്ത് രക്ഷിക്കാൻ അച്ഛൻ തയ്യാറായതാണെന്ന് ശബരേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നത് അച്ഛന്റെ കടമയാണെന്ന് ശബരേട്ടൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നീ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വരില്ലായിരുന്നു. നീ എന്തിനാ അച്ഛനോട് ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? നമ്മുടെ ആവശ്യം എന്താണെന്ന് മാത്രം പറഞ്ഞാ പോരെ? അങ്ങനെയല്ല, ശബരേട്ടന്റെ അഭിമാനം ഓർത്തല്ലേ അന്ന് അച്ഛനെ കൊണ്ട് പണം ചെലവാക്കിക്കാതിരുന്നത്. ഇപ്പോഴും അച്ഛനോട് നമ്മൾ ആ പണമല്ല ചോദിക്കുന്നേ. അല്ലാതെ തന്നെ നമ്മുടെ ആവശ്യം അറിഞ്ഞ് അച്ഛൻ 20 ലക്ഷം രൂപ തരണമെന്നാ ഞാൻ പറയുന്നത്. നിങ്ങളിങ്ങനെ പെട്ടെന്ന് വന്ന് 20 ലക്ഷം രൂപ വേണമെന്നൊക്കെ പറഞ്ഞ അല്ല, അച്ഛൻ എവിടെ നിന്ന് എടുത്തു തരുന്നതേ? ഇപ്പൊ ഈ വീടിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. വീടിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞതും
25 ലക്ഷം രൂപ രഘുവേട്ടന്റെ കടം വീട്ടതൊക്കെ എനിക്ക് അറിയാം ചേച്ചി. ബാക്കിയുള്ളത് ഞങ്ങൾക്ക് അച്ഛൻ തന്നാ മതി. രഘുവേട്ടന്റെ കടോ? രഘുവേട്ടന് കടം വന്നത് എങ്ങനെയാടി? ഈ മനുഷ്യൻ കിട്ടുന്നതൊക്കെ ചെലവാക്കിയതേ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. എന്നിട്ട് നഷ്ടം വന്നപ്പോ അത് മൊത്തം രഘുവേട്ടന്റെ തലയിൽ കെട്ടിവെക്കുന്നതേ എവിടുത്തെ ന്യായമാ? ന്യായം എന്താണെന്ന് അച്ഛൻ പറയട്ടെ. ദേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നമ്മൾ ഇവിടെ അവകാശം ചോദിക്കാനോ കണക്ക് പറയാനോ വന്നതല്ല. കണക്ക് പറഞ്ഞു തുടങ്ങിയത് ഞാനാണോ ശബരേട്ട? അമ്മളി ചേച്ചിയല്ലേ? അതേടി, ഇത്രയും കാലമായിട്ട് ഞാൻ ഇതുവരെ ഒന്നിനും ഒരു കണക്കും പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛന്റെ മൂത്ത മകളാ ഞാൻ. വേണമെങ്കിൽ പണ്ടേ കണക്കും പറഞ്ഞ് കിട്ടാനുള്ളത് വാങ്ങി എനിക്കെന്റെ വഴിക്കങ്ങ് പോവായിരുന്നു. മതി അമ്പിളി. ശബരി ആദ്യമായിട്ടാണ് എന്റെ മുമ്പിൽ വന്നൊരു ആവശ്യം പറയുന്നത്. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു സംസാരം വേണ്ട. ദേ ഇങ്ങനെ സംസാരിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു അച്ഛാ. സത്യം പറഞ്ഞ വിഷു സീസണിലെ ബിസിനസ്സിന് തൽക്കാലം കുറച്ച് പണം റോൾ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. വിഷു കഴിഞ്ഞ് ആ കളക്ഷൻ വരുന്നതിനനുസരിച്ച് ഞാൻ ആ പണം തിരിച്ചു തരുകയും ചെയ്യാം. അമ്മ അക്കൗണ്ടിൽ ബാക്കിയുള്ള പണം അമ്മ ശബരിക്ക് എടുത്ത് കൊടുക്കണം. അവന്റെ ബിസിനസ് നടക്കട്ടെ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അതെ അതെ, നമുക്ക് എന്ത് സംഭവിച്ചാലും മറ്റുള്ളവരെ സഹായിക്കണം എന്നാണല്ലോ അമ്മാവന്റെ അനന്തരവന്റെ പോളിസി. ഏതായാലും ഈ വിഷുവിനും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കൈനീട്ടം വാങ്ങിയേ ജീവിക്കാൻ പറ്റൂ. അച്ഛനെ ദാസങ്ങളിൽ കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും, പറഞ്ഞേക്കാം. ഞാൻ ദാസിന് എന്ത് വാക്കാ കൊടുത്തെന്ന് നിനക്കറിയോ അമ്പിളി? എന്റെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് എന്റെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ട്. അതൊന്നും ആരോടും കൊട്ടിഘോഷിച്ചിട്ടല്ല ഞാൻ ചെയ്യാറുള്ളത്. അല്ലെങ്കിലും രഘുവേട്ടന്റെ എന്റെയും കാര്യത്തില് അച്ഛൻ എപ്പോഴും ഇങ്ങനെയാ. എല്ലാവരുടെയും ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേച്ചിയും രഘുവേട്ടനും ഞങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടവരാണെന്ന് അച്ഛന് തോന്നുന്നതുകൊണ്ടല്ലേ നിങ്ങളുടെ കാര്യത്തില് അച്ഛൻ അത്തരം വേവലാതിയൊന്നും ഇല്ലാത്തത്? അച്ഛാ, രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും വേണ്ടി അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട. ഞാനുള്ളത് വെച്ച് എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. രഘുവിനും അമ്പിളിക്കും വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിഷു കഴിഞ്ഞ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പുതുതായി നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും അതിൻ്റെതായ സമയം എടുക്കുമല്ലോ. ഇപ്പോ തൽക്കാലം ശബരിയുടെ കാര്യം നടക്കട്ടെ. അക്കൗണ്ടിലുള്ള 20 ലക്ഷം ഞാൻ ഉടനെ ശബരിക്ക് എടുത്തു തരാം. എന്താ രഘു? ശരിയമ്മോ, ബിസിനസ് കാര്യമല്ലേ? എത്രയും വേഗം പണം കിട്ടിയാൽ ശബരിക്ക് മെറ്റീരിയൽസ് വരുത്തി വർക്ക് തുടങ്ങാൻ പറ്റും. ചേച്ചി ചേച്ചി ലക്ഷ്മോളെ വാ, നമുക്ക് പോവാം. നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ചേച്ചി എന്തായി കാണിക്കുന്നേ? ചേച്ചി ഞങ്ങൾ പോവാനും ഉളുപ്പില്ലാതെ ഇറക്കാൻ വന്നിട്ട് അതിൽ ഉളുപ്പ് കെട്ടി ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്പിളി ചേച്ചി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അച്ഛനും രഘുവേട്ടനും ഒരു തീരുമാനം എടുത്താ അത് ചേച്ചി അംഗീകരിക്കണം. അല്ലെങ്കിൽ ശബരിയുടെ മുമ്പിൽ അവര് ചെറുതായി പോവില്ലേ? അവന് കൊടുക്കാന്ന് പറഞ്ഞത് കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ചേച്ചി, നിങ്ങൾ എല്ലാവരുടെയും കാര്യം നടക്കട്ടെ. ഞാൻ എന്റെ മോളെ വല്ല തൊഴിലുറപ്പ് ജോലിക്കും പോയിട്ടേ വളർത്തിക്കോളാം കേട്ടാ. ചേച്ചി ചേച്ചി പറയുന്ന ഒന്ന് കേക്ക്. ചേച്ചി ചേച്ചി എടി നീ എവിടെ പോവാ? ഇതുവരെ ഞാൻ പോവെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇനി പോയി കാണിച്ചു തരാം. അമ്പിളി ചേച്ചി പോവല്ലേ? ചേച്ചി അമ്പിളി ചേച്ചി നിക്ക. ചേച്ചി ചേച്ചി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ചേച്ചി ഒന്ന് നിക്കാൻ.